ശിക്ഷാവിധി ഹൈക്കോടതി അല്ല, അത് സ്വാഭാവികമല്ലേ. ഒരു കോടതി വിധിക്കെതിരെ അപ്പീൽ കൊടുക്കും. അപ്പീൽ ചിലപ്പോൾ സ്റ്റേ കരയിപ്പിച്ചിട്ടാണല്ലോ അപ്പീൽ വാദമൊക്കെ നടക്കും. അത് കഴിഞ്ഞ് ഫൈനൽ വിധി ഉണ്ടാവും. അതിന് യാതൊരു പ്രത്യേകതയില്ല. ഇവർ കുറ്റക്കാരാണ് എന്നത് കോടതി ശക്തമായ വിചാരണയുടെ അടിസ്ഥാനത്തിൽ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി പ്രഖ്യാപിച്ചതാണ്, ശിക്ഷയും വിധിച്ചതാണ്. സ്വാഭാവികമായും ഏത് കോടതി വിധിക്കെതിരെ അപ്പീൽ പോവുകയും അതിന് സ്റ്റേ കിട്ടുകയും സ്വാഭാവികമാണ്. അതിന് വിചാരണകൾ നടക്കും, ശിക്ഷ കിട്ടും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. കോടതിയുടെ നിയമ നീതി നടപടികളുടെ ഭാഗമാണ് അപ്പീൽ സ്വീകരിക്കലും അപ്പീലിനനുസരിച്ച് താൽക്കാലിക വിധി ഉണ്ടാകും. ഇത് ഫൈനൽ വിധിയല്ലല്ലോ. ഫൈനൽ വിധി വരുമ്പോൾ കുറ്റക്കാർ ശിക്ഷിക്കപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. വിധി തിരിച്ചടിയായ വിധി കോടതിയുടെ ഔദ്യോഗിക വിധിയാണ്. അത് വന്നല്ലോ. വിധി കിട്ടിയ ശിക്ഷിക്കപ്പെട്ട ഒരു പ്രതിക്ക് അപ്പീൽ കൊടുക്കാൻ ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥ അനുസരിച്ച് സ്വാഭാവികമായ അവർക്ക് കിട്ടിയുള്ള നീതിയാണ്. അത് കിട്ടി. ഇനി അത് സംബന്ധിച്ച് വാദപ്രതിവാദങ്ങൾ നടക്കും. അത് കിട്ടുന്നത് വരെ ഈ വിധി സ്റ്റേ ചെയ്യും. അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് അവർ കുറ്റവിമുക്തരായി എന്നല്ല അർത്ഥം. അവർ കുറ്റക്കാർ തന്നെയാണ്. ആ വിധി നടപ്പാക്കുന്നതിന് അപ്പീലിലെ തീരുമാനം വരുന്നതുവരെ ഒരു മരവിപ്പിക്കൽ, ഒരു സ്റ്റേ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അത് വിധിയല്ല. യഥാർത്ഥ വിധി നേരത്തെ വന്നതാണ്. ഇനി യഥാർത്ഥ വിധി ഈ അപ്പീലിൻ്റെ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം കോടതിയിലുണ്ടാകും. നേരത്തെ തന്നെ ഈ വിധിയിൽ അകൃത്യങ്ങൾ ലഭിച്ചിട്ടുണ്ടോ, വേണ്ടത്ര രീതിയിലുള്ള ശിക്ഷ ലഭിച്ചില്ലാത്തതാണ് പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ശിക്ഷാവിധി തന്നെ മരവിപ്പിക്കുന്ന സാഹചര്യം. അല്ല, ശിക്ഷാവിധി മരവിപ്പിച്ചതല്ല, ഇതതിൻ്റെ നോമിനൽ പ്രൊസീജിയറാണ്. സാധാരണ ഒരു കോടതി നടപടികളുടെ പ്രൊസീജിയർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് ശിക്ഷ മരവിപ്പിച്ചതൊന്നുമല്ല. ഇനി വാദപ്രതിവാദങ്ങൾ അപ്പീലിൽ വാദപ്രതിവാദം നടക്കുന്നതുവരെ നിർത്തിവെച്ചാണ്. അപ്പീലിൽ കഴിഞ്ഞാൽ ഈ കോടതി കണ്ടെത്തിയത് തെറ്റാണ് എന്ന് മേൽക്കോടതിക്ക് തോന്നണ്ടേ. കൃത്യമായ തെളിവുകളും എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് കോടതി വിധി പറഞ്ഞത്. അതനുസരിച്ച് തന്നെ അപ്പീലിൽ നിങ്ങൾ പറഞ്ഞ കാര്യം പ്രോസിക്യൂഷനും ബാധിക്കും. നേരത്തെ മുതൽ ഈ കൊലപാതകങ്ങൾ സമൂഹത്തിൽ വെട്ടിച്ച രണ്ട് യുവാക്കളെ അകാരണമായി വെട്ടിക്കൊന്ന ആളുകളുടെ കൂടെയാണ് ഈ ഗവൺമെൻറ്റും മാർക്സിസ്റ്റ് പാർട്ടിയും എന്ന് നമുക്കറിയുന്നതല്ലേ. ഇവരെ കേസ് അന്വേഷിക്കരുത്. സാധാരണ ഗവൺമെൻറ് ഉത്തരവാദിത്വം എന്താ? കുറ്റകൃത്യം നടന്ന അതിനെക്കുറിച്ച് അന്വേഷിക്കലാണ്. ഈ കേസ് CBI അന്വേഷിക്കരുത് എന്ന് പറഞ്ഞ് ഖജനാവിലെ പണം എടുത്ത് കേസ് നടത്തിയ ആളുകളാണ്. ഏതാണ്ട് 2 കോടി രൂപയാണ് നമ്മുടെ നികുതി പണം എടുത്ത് കേസ് അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ മാർക്സിസ്റ്റ് പാർട്ടിയും ഈ ഗവൺമെൻറ് ശ്രമിച്ചത്. അപ്പോൾ അന്ന് മുതലേ ഇവർ കൂടിയാണ്. ഇപ്പോൾ ഇവരെ ശിക്ഷിച്ചപ്പോൾ അവർക്ക് കൂടുതൽ സൗകര്യപ്രദമായ ജയിലിലേക്ക് മാറ്റിക്കൊടുത്തു. അത് കഴിഞ്ഞ് അവരെ വീടുകളിൽ സന്ദർശിച്ചു, ആശ്വസിപ്പിച്ചു, ജയിലിൽ പോയി സന്ദർശിച്ചു. ജയിൽ ഉപദേശക സമിതി അംഗം കൂടിയായ ശ്രീ ജയരാജനാണ് ജയിലിൽ പോയി അവരെ സന്ദർശിക്കുന്നത്. അപ്പോൾ ജയിലിൽ പ്രതികൾക്ക്, കുറ്റവാളികൾക്ക് കുറ്റം ചെയ്തു എന്ന് കോടതി കണ്ടെത്തിയ ആളുകൾക്ക് സൗകര്യം ഉണ്ടാക്കാനും സുരക്ഷ ഉണ്ടാക്കാനുമാണ് ഈ ഗവൺമെൻറ്റും അതിനെ മുതിർന്ന ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സമൂഹത്തോടുള്ള വെല്ലുവിളി തന്നെയാണ്. കുറ്റകൃത്യത്തെ പ്രോത്സാഹിപ്പിക്കാൻ അല്ല, ഈ അത്തരം സംസ്ഥാന ഭാരവാഹികളെ യോഗയിൽ വിളിച്ചിട്ടുള്ളത് വയനാട് പുനരധിവാസം സംബന്ധിച്ചാണ്. അവിടെ ഇരകളാക്കപ്പെട്ട മനുഷ്യർക്ക് 100 വീട് പാർട്ടി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങളുടെ ആഹ്വാനം